ആരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ ജനിക്കുന്നത്. നമ്മൾ പഠിക്കുകയല്ലേ. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് ന്യൂനപക്ഷം, മുസ്ലിങ്ങൾ ഇന്ത്യയിലാണ് ന്യൂനപക്ഷം. ഇത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീക്ക് അത് ന്യൂനപക്ഷമല്ല, പാകിസ്ഥാനിലെ ന്യൂനപക്ഷമല്ല, ഇറാനിൽ ന്യൂനപക്ഷമല്ല, വേറെ മുസ്ലിം കൺട്രീസിൽ UAE-യിൽ സൗദി അറേബ്യയിൽ ന്യൂനപക്ഷമല്ല. ഇപ്പൊ കനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സമയത്ത് മൈത്രേന് അങ്ങനെയല്ല അഭിപ്രായം. മൈത്രേന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണുള്ളത്. ബിരിയാണിയൊക്കെ ഉള്ളത് ഇപ്പൊ കേരളത്തിനേക്കാൾ കൂടുതൽ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാലും ബോംബെ പോലും ഇപ്പൊ ക്യാൻസിൽ പോയപ്പോ പോലും അവിടുത്തെ ഓഡിയൻസ് ആ സിനിമ കണ്ടിട്ടുണ്ട് പലരും. ഇപ്പൊ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്താണ് വേൾഡ് സിനിമ എന്ന് പറഞ്ഞ ഒരു ഇത് ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ദാരിദ്ര്യവും പട്ടിണിയും കല്യാണത്തിനൊക്കെ കയറി ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ജീവിച്ച് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടല്ലോ. നാലു വർഷം മുമ്പ് മലയാളിക്ക് ബിരിയാണി വിളമ്പി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സജിൻ ബാബു പുതിയ സിനിമ തിയേറ്ററുമായി തിയേറ്ററിലേക്ക് വരികയാണ്. തിയേറ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനും കേൾക്കാനും ഉള്ളതെന്ന് സജിനിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. തിയേറ്ററിലുമായി വരികയാണ് തിയേറ്ററിലേക്ക് അല്ലേ? എന്താണ് ആമുഖം തന്നെ? ബിരിയാണിയുടെ സംവിധായകൻ പുതിയ സിനിമയുമായി വരുന്നു എന്നുള്ളതാണ് പോസ്റ്ററിൽ കാണുന്നത്. കാരണം ബിരിയാണി വലിയൊരു ചർച്ചകൾ കേരളത്തിന് പുറത്തും സൃഷ്ടിച്ചൊരു സിനിമയാണ്. ബിരിയാണിയുടെ സംവിധായകൻ മറ്റൊരു സിനിമയുമായി വരുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ എന്നാണ് എല്ലാരും പറഞ്ഞ് ഞാൻ വെച്ചതാണ്. എനിക്ക് അതിന് മുന്നേ ചെയ്ത സിനിമകളുണ്ട്, പേഴ്സണൽ സിനിമകൾ അതാണ് എനിക്ക്. പക്ഷെ ബിരിയാണിയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഫെസ്റ്റിവൽസിലും ഇപ്പോഴും സ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റിവ്യൂസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 150 കൂടുതൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ ഓൾറെഡി കളിച്ചു, ഇപ്പോഴും പോകുന്നു, ഒരുപാട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. പിന്നെ അവാർഡുകൾ കിട്ടി. കനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, കനിക്ക് ഒരുപാട് അവാർഡുകൾ പുറത്തുനിന്ന് കിട്ടി, പടത്തിന് കിട്ടി. ആദ്യം തന്നെ കനിക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയത് ഇതിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ, പിന്നെ ആൾക്കാര് ോട്ട് കൂടുതൽ എത്തിയതും ബിരിയാണിയാണ് എന്നുള്ളത്. ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിയത് ബിരിയാണിയാണ്. പക്ഷെ ഒരുപാട് പേര് പറയുന്നതിന്റെ ഏറ്റവും നല്ല സിനിമ അഞ്ചു തടസ്കാണ്, ആദ്യത്തെ പടം ആണ്. ചിലർ അയാൾ ശശിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് അത് മാറി മാറി വരും. ഇനിയിപ്പം തിയേറ്റർ വരുമ്പോ ഒരുപാട് പേര് അങ്ങനെയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല എന്റെ ഏറ്റവും നല്ല സിനിമ, വരാനിരിക്കുന്നതാണ് ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കാര്യം. നമുക്ക് അങ്ങനെ ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടാണല്ലോ ഈ ഇതുവരെയുള്ള പടങ്ങളൊക്കെ ചെയ്തത്. അത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായത് എനിക്ക് തോന്നുന്നു തിയേറ്റർ ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഒരു ഇതാണ്, പ്രോപ്പറായിട്ടൊരു സൗണ്ടും അല്ലെങ്കിൽ ഒരു തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു, ഞാൻ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും കണ്ടന്റ് വൈസ് ആണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡം കിട്ടിയ പടം തിയേറ്ററാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന പടം. എന്നാലും ഞാൻ വിചാരിക്കുന്ന ഒരു ഇതിലോട്ട് അടുത്ത പടങ്ങളിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. തിയേറ്ററിലേക്ക് ഇപ്പൊ തിയേറ്റർ എന്ന സിനിമയുടെ പോസ്റ്റർ ഇപ്പോ വലിയ വൈറൽ എന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. തെങ്ങിൽ കയറുന്ന, തോണി തുഴയുന്ന, തേങ്ങ പൊതിക്കുന്ന ഒക്കെ ചെയ്യുന്ന വലിയൊരു അധ്വാനം ആവശ്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് റീമയിൽ അവതരിപ്പിക്കുന്നത്. റീമയുടെ എനിക്ക് തോന്നുന്നത് കരിയറിലെയും എനിക്ക് തോന്നുന്നത് വേറൊരു കഥാപാത്രമാകാനാണ് സാധ്യത. സജിൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ഒരു സെറ്റിൽ? തീർച്ചയായിട്ടും. അത് അവർ അത്രയും 100% ഒന്നെന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ ചൂസ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് മലയാളത്തിൽ ഇപ്പോ ഈ പടം ചെയ്ത് ഷൂട്ട് തുടങ്ങിയ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എനിക്കത് ആ ഫീല് കിട്ടിയായിരുന്നു. അപ്പൊ ആ ഒരു എനർജി മൊത്തത്തിൽ എനിക്ക് റിമയുടെ ഒരു പെർഫോമൻസ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ നമ്മളോട് സഹകരിക്കുന്ന വിധവും ഒരു ജാടയോ അഹങ്കാരമോ ഒന്നും ഇല്ലാതെ പിന്നെ ക്യാരക്ടർ ആവുന്നത് നമുക്ക് ഏറ്റവും പ്രധാനം അതാണ്. നമ്മുടെ കഥാപാത്രം നമ്മൾ മനസ്സിൽ കണ്ടതുപോലെയെങ്കിലും ആ ഒരു ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് റിമയുടെ 100% എഫേർട്ട് ഉണ്ട്. കാര്യം ഇതൊരു പെർഫോമൻസ് മാത്രമല്ല, ഫിസിക്കൽ എഫേർട്ടും ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ ഈ സകല മരവും കയറണം. അപ്പൊ ഒരു മരം കയറി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതും വളരെ ഹൈറ്റ് ഉള്ള തെങ്ങുകളും വലിയ പ്ലാവും വാഴ വെട്ടല്, അതെ. പിന്നെ തോണി തുഴയണം, വെള്ളത്തിൽ ചാടണം, ഒക്കെ പല പിന്നെ ഇതിന്റെ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഉണ്ട്, അത് ഞാനത് പറയുന്നില്ല. ഒരു ഫിസിക്കൽ എഫേർട്ടും ഒക്കെ അവരെടുത്തിട്ട് അവരുടെ ഒരു ഡെഡിക്കേഷന്റെ റിസൾട്ടും അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണ്ടേ അല്ലേ? തെങ്ങ് കയറുന്നതൊക്കെ ഏകദേശം ഒരാഴ്ചയോളം പ്രാക്ടീസ് ചെയ്തു. തോണി തുഴയാൻ നേരത്തെ അവർക്ക് അറിയാമായിരുന്നു. എന്നിട്ട് വീണ്ടും ഇതിനു വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഇത് ചെയ്തു. ഇങ്ങനെ എല്ലാത്തിനും സഹകരിക്കുന്ന ഈ പറയുന്ന പോലെ ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പൊ കനിയാണെങ്കിലും ഗംഭീര ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ ശ്രീനിയേട്ടൻ, അയാൾ ശശിയില്,
അതുപോലെ അതിന് മുന്നേ ഉള്ള അസ്തമയം വരെ സനലും. അപ്പോൾ ഞാൻ ഈ പെർഫോമൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പടത്തിൽ. ഇപ്പൊ സിനിമ കാണുന്നത് ഓഡിയൻസ് ആണ് കാണുന്നത്. ഇപ്പൊ ടെക്നിക്കലിനേക്കാളും കൂടുതൽ ടെക്നിക്കൽ ക്വാളിറ്റി വേണം. അതിനേക്കാളും ഉപരി ആ കഥാപാത്രമായി മാറുക, എന്നിട്ട് അത് പെർഫോം ചെയ്യുക, അതിന്റെ കൊറിയോഗ്രാഫി വർക്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് നിർബന്ധം എല്ലാ പടത്തിലും ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതെന്റെ ഞാൻ ആദ്യമേ തന്നെ സിനിമയിൽ വരുമ്പോൾ തന്നെ അത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കഥാപാത്രങ്ങളുടെ എക്സ്പ്രഷനിലൂടെയാണ് ഈ കാണുന്ന ഓഡിയൻസിൽ എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യേണ്ടത്. അതത്ര വർക്കായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും എന്ത് നല്ല സ്ക്രിപ്റ്റ് എഴുതി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഔട്ടും അതിലുപരി ഇവരെല്ലാം ചെയ്ത ആൾക്കാരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളുമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമ്മളോട് സഹകരിക്കുന്നതും അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റിമ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന്റെ കഥാപാത്രവും ഒക്കെ ഭയങ്കര കുറച്ചുകൂടെ വളരെ നന്നായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണാൻ ഈ പടം നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ കാണിച്ചല്ലോ, കുറച്ചു പേരൊക്കെ കണ്ടപ്പോഴും ആദ്യം പറയുന്ന ഏറ്റവും ഇതെന്ന് പറയുന്നത് റിമയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. അതെ, കഴിഞ്ഞ സിനിമയിലും കനിയുടെ പെർഫോമൻസ് ആണ്. അതെ, കനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഒരുപാട് അവാർഡുകൾ കിട്ടി. അതുപോലെ തന്നെ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതില് റിമയുടെ. അത് അങ്ങനെ കണ്ടുപോകാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല, പറ്റില്ല എന്നുള്ളതാണ് അത്രയും. പിന്നെ സിനിമ എന്ന് പറയുന്ന ആർട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നു, അത് ആ ഒരു അനിശ്ചിതത്വം ആർട്ടിനുണ്ടെങ്കിൽ പോലും ഇതങ്ങനെ ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു സംവിധായകന്റെ കയ്യിലെ കളിമണ്ണാണ് ഏത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പരുവപ്പെടുത്തുന്നതാണ്. ഇപ്പോ കനിയെ അങ്ങനെയായി സൃഷ്ടിച്ചു, റിമയെ ഇങ്ങനെയായി മാറ്റുമ്പോഴും അവരുടെ ഒരു ബോൺ ടാലന്റ് കൂടി ചേരുമ്പോഴാണ്. തീർച്ചയായിട്ടും അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, അവരുടെ ഒരു ആക്ടിങ് ടാലന്റ്. അത് ഓൾറെഡി അവരൊക്കെ തെളിയിച്ച ആൾക്കാരാണ്. അതിലുപരി അവരുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ വലിയ ഭയങ്കരമായിട്ടുള്ള എന്റെ ഒരു മൊത്തം സ്റ്റൈലും അങ്ങനെയാണല്ലോ, ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കിംഗ് സ്റ്റൈലാണല്ലോ ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവര് അഡാപ്റ്റ് ചെയ്ത് ഇവരെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാരവാൻ കൊടുക്കില്ല, അതില്ല, ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര സൗകര്യങ്ങൾ. അപ്പൊ അങ്ങനെ സൗകര്യങ്ങളിൽ നിന്ന് സിനിമ ഉണ്ടാക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ പലപ്പോഴും എളുപ്പമല്ല ഒരു കഥാപാത്രമായിട്ട് മാറുക. ആ സിറ്റുവേഷനിൽ തന്നെ നിന്നിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, അപ്പോഴാണല്ലോ കുറച്ചുകൂടെ ഇത് വരുന്നത്, റിസൾട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്തായാലും ഈ സിനിമയിൽ സൗകര്യമില്ലായ്മ ഒരു ശക്തിയും സാധ്യതയാക്കി മാറ്റി. അതെ, അതാണ് ഞാൻ പറയുന്നത്. അതാണ് എല്ലാ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടണമെന്നൊന്നുമില്ല. കണ്ടന്റ് അതിൽ ആർട്ട് തന്നെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ഭയങ്കര സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലായ്മയുടെ ഒരു ശക്തി ഉണ്ട് സിനിമയ്ക്ക്. അതെ, അത് സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ ആർട്ടിനും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവര് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജനങ്ങളുമായിട്ട് ജീവിച്ചിട്ടുള്ളപ്പോഴാണെന്ന് പറയുന്നത്. അപ്പൊ അത് പലപ്പോഴും എന്റെയൊക്കെ ലൈഫിൽ ആ സത്യം ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടുന്ന് +2 കഴിഞ്ഞ് വീട് വിട്ടിറങ്ങി 100 രൂപ പോലും ഇല്ലാതിരുന്നിടത്ത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കുന്നു, അവിടെ നിന്ന് പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവിടെ നിന്ന് പിന്നെ മാറുന്നു, ദാരിദ്ര്യവും പട്ടിണിയും കല്യാണത്തിനൊക്കെ കയറി ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ജീവിച്ച്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതാണ്, ആ ശക്തിയാണ് എന്റെ ജീവിതത്തിലും പലപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ ഇപ്പൊ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ പോലും അങ്ങനത്തെ ആ ഒരു തരത്തിൽ കുറെ ട്രോമാസ് ഒക്കെ ഞാൻ നേരിട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെയും ഒക്കെ ഒരു രണ്ടുമുണ്ട്, പോസിറ്റീവ് ഉണ്ട്, തിരിച്ചറിയാത്തതായിരിക്കാം. അതുകൊണ്ട് ശരിയും തെറ്റൊന്നുമില്ല, ലോകത്തൊരു ശരിയില്ല തെറ്റുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ തിയേറ്ററിലേക്ക് വരുമ്പോഴേ ഇപ്പൊ സജിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് ഇപ്പൊ തന്നെ അവാർഡുകളും ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലേക്കൊക്കെ സിനിമ ക്ഷണിക്കപ്പെടാൻ തുടങ്ങി. ഫിലിം ക്രിറ്റിക്സ് അവാർഡ്. അപ്പോൾ ഈ അവാർഡുകൾ കിട്ടുന്നു എന്നുള്ളത് ഞാൻ ആരെയും അറിയിക്കുന്നില്ല. കാരണം ഇതൊരു അവാർഡ് പടമാണെന്ന് ധരിച്ചാരും തിയേറ്ററിൽ കയറാതിരിക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഒരുപാട് അവാർഡുകൾ നേടിയ ഒരു സംവിധായകൻ. അത് ഇപ്പൊ ഓൾറെഡി നമുക്ക് വലിയ ഫെസ്റ്റിവൽസിലേക്ക് പ്രീമിയർ കിട്ടിയതാണ്. ഇപ്പൊ മോസ്കോ, ഞാൻ പേര് പറയുന്നില്ല, റഷ്യയിലേക്കും പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. പലപ്പോഴും പടം ഒരു ഫെസ്റ്റിവലിൽ കിട്ടുക എന്നുള്ളതായിരുന്നു ഇതുവരെ ഉള്ളൊരിത്. ഇത് വേണ്ടാന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പ്രൊഡക്ഷൻ ഭാഗത്തുനിന്നും ഒക്കെ ഉള്ളൊരു ഡിസ്കഷനിൽ ഇത് നമുക്ക് അധികം പുറത്ത് വിടണ്ട, നമുക്കൊരു കമേഴ്ഷ്യലായിട്ട് കുറച്ചുകൂടെ ബജറ്റ് ഒക്കെ ആയതല്ലേ, നമുക്ക് കുറച്ചുകൂടെ ഇതാക്കി ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും എനിക്കും
ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് വേണോ വേണ്ടില്ലേ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഞാനൊരു ഇൻഡിപെൻഡന്റ് അവാർഡ് ഫസ്റ്റ് സിനിമ തന്നെ ഇവിടെ IFFK ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ മാമിയിൽ പ്രീമിയർ ചെയ്യും, ബാംഗ്ലൂർ ഇന്ത്യൻ ഇന്ത്യൻ സിനിമയൊക്കെ ആയതാണല്ലോ അന്നത്തെ പ്രായത്തിൽ, 25 വയസ്സിൽ. അതെ അതെ, ആ പ്രായത്തിൽ അത് കിട്ടിയിട്ട് അങ്ങനത്തെ ഒരു ശീലവും നമുക്ക് ഉണ്ടായതുകൊണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം യാൾട്ട ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലും ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിൽ കിട്ടിയത്, കസാനിൽ കിട്ടിയത്. അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തല്ലോ, ഇനിയിപ്പോ എന്തായാലും ഇതും കൂടെ പോവാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ക്രിട്ടിക്സ് ഒക്കെ നേരത്തെ തന്നെ കിട്ടിയതാണ്. തിയേറ്റർ നേരത്തെ എനിക്ക് തോന്നുന്നത്, നേരത്തെ സജിന്റെ സിനിമകളൊക്കെ തിയേറ്റർ അങ്ങനെ ഇളക്കി പറിക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല. പക്ഷെ എന്നാൽ ഒരു പാരലൽ സിനിമയുടെ ആ ഒരു സ്വഭാവമല്ല, അതിനിടയിൽ ഒരു മിഡിൽ വഴികളിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വേറൊരു ആർട്ടിസ്റ്റിക്കൽ വഴികളാണ് സജിന്റെ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഇതിൽ നിന്ന് ഒരു തുല്യമായ അകലം പാലിക്കുകയും ഈ സിനിമ തിയേറ്ററിലേക്ക് തന്നെ പോയി കാണണം എന്ന് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സജിൻ. ഇതൊരു ഏത് തരത്തിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത് നൽകുന്നത്? ഇത് ബേസിക്കലി ഈ കണ്ടന്റ്, ഇതിന്റെ ഒരു സൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, ഈ സൗണ്ട് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽസും ആണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അതുകൊണ്ടാണല്ലോ വലിയ വലിയ പടങ്ങൾക്ക് ആൾക്കാർ പോകുന്നത്. അപ്പൊ ചെറിയ സിനിമകളിലും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കും? പലരും ചെറിയ സിനിമയാണെങ്കിൽ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല എന്നും, അത് OTT വരുമ്പോൾ കാണാമെന്നും, വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറഞ്ഞു വരുന്ന മാർക്കറ്റിംഗ് ഇത് ചെയ്യുന്ന പടങ്ങളാണ് തിയേറ്ററിൽ കാണേണ്ടത് എന്നുള്ള ഒരു തോന്നൽ ഓഡിയൻസിനുണ്ട്. പക്ഷെ അതല്ല, അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ തന്നെ ചില സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ആയിരുന്നത്. പിന്നെ സിനിമ എന്നുള്ള ഇത് കുറച്ചുകൂടെ ഒരു എല്ലാവർക്കും കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ, ബിരിയാണി പോലും ഞാൻ പറയുന്നു അങ്ങനെ എളുപ്പത്തിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല എല്ലാ ലേയേഴ്സും, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സോ വല്ലതും ഒക്കെ അങ്ങനത്തെ ഒരു ഓപ്പൺ എൻഡഡ് പരിപാടിയായിട്ടാണ് വിട്ടത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലോഷർ ഉണ്ട്. അത് കുറെ കൂടെ മൂവ് ചെയ്യും പടം. കൃത്യമായിട്ട് തിയേറ്ററിൽ നമ്മുടെ മലയാളി ഓഡിയൻസിന് വർക്ക് ചെയ്യാവുന്ന എല്ലാ, ഞാൻ പറയുന്ന ഓരോരുത്തർക്കും ഓരോ ജോണറുണ്ട്, ഓരോ ഓഡിയൻസ് ഉണ്ട്. ഇപ്പം തീരെ ഈ വിജയുടെ പടം കാണുന്ന അല്ലെങ്കിൽ അടിമ പടങ്ങൾ മാത്രം കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് വർക്കാവണമെന്നില്ലായിരിക്കും, ചിലപ്പോൾ അവർക്കും വർക്കാവും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റും സബ്ജക്റ്റും ഒക്കെയാണ് ഈ പടം എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത് കുറെ തിയേറ്ററിൽ തന്നെ വർക്കാവും, ഇത് തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. നടക്കണം. ഒപ്പം തന്നെ ഈ നേരത്തെയുള്ള സിനിമകളിൽ ഒരു കൗതുകം, സർട്ടിഫിക്കറ്റുകളിലാണ് സജിന്റെ എല്ലാ സിനിമകളും. നമ്മൾക്ക് പടം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയാ, ഒരു ആ രീതിയിൽ ഒരു മോശം വാക്കായിട്ടാണ് നമ്മൾ പണ്ട് തൊട്ടേ കരുതുന്നത്. പക്ഷെ അവളുടെ രാവുകൾ ആണെങ്കിലും അത് മലയാളത്തിൽ ഒരു വലിയൊരു സിനിമയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുമ്പോൾ അതിന്റെ ഒരു ജാള്യതയും പ്രശ്നങ്ങളും ഒക്കെ എങ്ങനെയാണ് നേരിട്ടത്? അങ്ങനെ അതിന്റെ ഒരു ജാള്യതയില്ല. കാര്യം ഞാൻ പ്ലസ് ടു ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്താണ് വേൾഡ് സിനിമ എന്ന് പറഞ്ഞ ഒരു ഇത് ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്റെ ഒരു സിനിമാ സങ്കല്പം തന്നെ മാറുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ IFFK ആണ്, അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റികളാണ്. അപ്പൊ അവിടെ ഞാൻ കണ്ടുവരുന്ന സിനിമയിലൊന്നും ഇതൊന്നും ഇല്ല. അപ്പൊ അതാണല്ലോ എന്റെ മനസ്സിലുള്ള കുറെ സിനിമാ സങ്കല്പം. പിന്നെ ഞാനൊരു സിനിമ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ ഒരു യൂണിവേഴ്സൽ. ഇപ്പൊ ബിരിയാണിയൊക്കെ ഇത്രയും ഫെസ്റ്റിവൽ പോകുന്നത് ആൾക്കാർ പുറത്തുള്ളവർ സംസാരിക്കുന്നത് ഇപ്പോഴും കഴിഞ്ഞ മാസം 2 ആഴ്ച മുന്നെയാണ് മോസ്കോയിലെ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫിലിം സ്കൂളായിട്ടുള്ള അവിടെ ബിരിയാണി കാണിച്ചിട്ട് ആ പിള്ളേർക്ക് അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങനെയൊക്കെ അത് പോകണമെങ്കിൽ ഇപ്പോഴും പോകുന്നു, യൂണിവേഴ്സിറ്റീസിൽ കാണിക്കുന്നു, പല ഫെസ്റ്റിവൽസിൽ കാണിക്കുന്നു, പല പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് അങ്ങനെ ഒരു സബ്ജക്ട് ആയതുകൊണ്ട്, ഒരു യൂണിവേഴ്സൽ സബ്ജക്ട് ആയതുകൊണ്ടാണ്. ഇപ്പം അത് ഇവിടെ പലരും വിവാദം ഉണ്ടാക്കിയത് പോലും കേരളത്തിലെ മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീയെ കുറിച്ച് മാത്രമാണ്. പക്ഷെ ലോകത്തിലും മുസ്ലിം സ്ത്രീകളുണ്ട്, ലോകത്തിലും സ്ത്രീകളുണ്ട് എന്നുള്ള കാര്യമല്ല. സിനിമ കാലത്തെ അല്ലേ അത് ജീവിക്കേണ്ടത്. 5 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം, രാഷ്ട്രീയമൊക്കെ മാറും. 5 കൊല്ലം കൊണ്ടും 10 കൊല്ലം കൊണ്ടും ഒക്കെ ആ സാഹചര്യവും സിറ്റുവേഷൻസും മാറും. ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ എക്സിസ്റ്റ് ചെയ്ത് അതിന്റെ മുകളിൽ പോകുമ്പോഴാണല്ലോ ഒരു വർക്കായി മാറുന്നത്. പക്ഷെ മലയാളികളുടെ ഒരു രീതി നമുക്കറിയാമല്ലോ, ഇത്തരം രംഗങ്ങൾ പ്രത്യേകിച്ച് അതില് വളരെ വിശദമായ തന്നെയുള്ള ലൈംഗിക രംഗങ്ങൾ ഇതിലുണ്ട് ബിരിയാണി. ഇപ്പൊ മലയാളിയെ നമുക്ക് അറിയാം, മലയാളിയുടെ വേറൊരു തരം ഒരു ഇരട്ട കാഴ്ചാശീലമുള്ള മലയാളിയാണ് ഉള്ളത്. അതുകൂടി സജിൻ പറഞ്ഞ യൂണിവേഴ്സലായി ചിന്തിക്കുകയും ഒരു അത്തരം ഫിലിം ഫെസ്റ്റിവലിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല, എന്നും കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു പൊതു പ്രേക്ഷകനെ, പൊതു ഇൻവെർട്ടർ കോമിയിൽ പറയുമ്പോഴുണ്ടാകുന്ന അത്തരം വിമർശനങ്ങളെ ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത്? പക്ഷെ
ഞാനിതൊരു വിവാദം എനിക്കിപ്പോ അന്ന് തന്നെ അറിയാലോ, നിങ്ങൾക്കൊക്കെ നമ്മള് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണല്ലോ. ഫേസ്ബുക്കിലൊക്കെ എത്രയോ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. പലരും എന്നെ ഫോൺ വിളിച്ചത്, ഞാൻ ഒരിടത്തും ഫേസ്ബുക്കിൽ ഇടുകയോ പോസ്റ്റ് ഇടുകയോ ഇത് എന്നെ ഉപദ്രവിക്കാൻ വന്നോ എന്നെ തെറി വിളിച്ചെന്നോ പലതും കേൾക്കാൻ പോലും അറക്കുന്ന തരത്തില്ല. അതിനെ ഒരു പബ്ലിസിറ്റി ആക്കാനോ അതിനൊരു പ്രശ്നമാക്കി മാറ്റാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഈ ആൾക്കാരുണ്ടാക്കിയത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിവാദമൊന്നും അല്ല. ഞാൻ ഒരിടത്തും അതിനൊന്നും മറുപടിയും പറഞ്ഞിട്ടില്ല. പിന്നെ ആൾക്കാർക്ക് അതൊരു വിവാദമായി മാറി എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നും എനിക്കറിയില്ല. നമ്മളിപ്പോ അത്തരത്തില് രണ്ടു തരം വിമർശനങ്ങൾ. ഒന്ന് അതിലത്തെ ഈ മറയില്ലാത്ത ലൈംഗികത, വേറൊന്ന് മതപരമായി ഒരു പ്രത്യേക മത സമുദായത്തെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ചേലാകർമ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അതാണ് ഒരു വലിയൊരു ചർച്ചയായി മാറിയത് തന്നെ. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ വ്യാപകമായിട്ട് അധിക്ഷേപിക്കുന്ന കാലത്ത് വേറൊരു തരത്തിൽ സിനിമയിലൂടെ ഈ ന്യൂനപക്ഷ സമൂഹത്തെയും അങ്ങനെ ഒരു ആ രീതിയിൽ ചിത്രീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. സൈനും ശ്രദ്ധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ന്യൂനപക്ഷം എന്ന് പറയുമ്പോ കേരളത്തിലാണ് ന്യൂനപക്ഷം, മുസ്ലിങ്ങൾ ഇന്ത്യയിലാണ് ന്യൂനപക്ഷം. ഇത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീക്ക് അത് ന്യൂനപക്ഷമല്ല, പാകിസ്ഥാനിലെ ന്യൂനപക്ഷമല്ല, ഇറാനിൽ ന്യൂനപക്ഷമല്ല, വേറെ മുസ്ലിം കൺട്രീസിൽ UAE-ൽ സൗദി അറേബ്യയിൽ ന്യൂനപക്ഷമല്ല. അപ്പൊ സിനിമ എന്ന് പറയുന്നത് അപ്പൊ ഏത് വർഷത്താണ് നിൽക്കേണ്ടത്? ആ പക്ഷം ചോദിക്കുമ്പോ അപ്പൊ നമ്മള് സിനിമ ഇന്റർനാഷണൽ പ്രേക്ഷകരെയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെയില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള 3 സിനിമയും ചെയ്തിട്ടുള്ള അഞ്ജു ദ ഡെസ്ക് ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ശശി ആണെങ്കിലും അങ്ങനത്തെ ഒരു കണ്ടന്റ് ആണല്ലോ. അപ്പൊ സിനിമ എന്ന് പറയുന്നത് കുറെ കൂടുതൽ ആൾക്കാരിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊരു വിഷ്വൽ ലാംഗ്വേജ് ആണല്ലോ, ഒരു ഭാഷയ്ക്കപ്പുറം. ഇപ്പൊ നമ്മൾ മലയാളി ആയതുകൊണ്ടാണല്ലോ മലയാളത്തിൽ ഇറക്കുന്നത്. അതുകൊണ്ട് മലയാള പടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ ആണല്ലോ, ആ ലാംഗ്വേജ് ആണല്ലോ, വിഷ്വൽ ലാംഗ്വേജ് ആണല്ലോ എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ് എന്റെ മൊത്തത്തിലുള്ള ഒരു ഇത്. പിന്നെ ഇസ്ലാം മതത്തിലുണ്ടാകുന്ന അതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ അതിൽ പറഞ്ഞു. ഞാൻ ഒരു താനും ആഡ് ചെയ്തിട്ടില്ലല്ലോ സിനിമയിൽ ഒരു കള്ളത്തിനും. ഞാനിപ്പോ എന്റെ സിനിമകളൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള സിനിമകളാണ്. കാര്യം ഞാൻ കണ്ടതും കേട്ടതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എന്റെ ഇതിൽ നിന്നുള്ളതാണ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും. അപ്പം അതൊന്നും കള്ളമല്ല. അപ്പൊ അതിനെനിക്ക് മറുപടിയും ഉണ്ട്. അത് അറിയുന്നവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ചില അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ പലർക്കും ഈ പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന വിഷമങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കാത്തത്. അഭിനയിച്ച കനി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു പൊളിറ്റിക്സുമായിട്ടും അതിന്റെ ആ സിനിമയുടെ നയവുമായും ബന്ധപ്പെട്ടിട്ട് ആ അഭിപ്രായമുണ്ട്. അത് എന്നോട് കനി സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സമയത്ത് മൈത്രേയൻ അങ്ങനെയല്ല അഭിപ്രായം. മൈത്രേയന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണുള്ളത്. മൈത്രേയൻ എന്താ പറഞ്ഞത്? മൈത്രേയൻ ആ പൊളിറ്റിക്സ്, ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് ആണ് മൈത്രേയൻ ഇഷ്ടപ്പെട്ടത്. മൈത്രേയൻ ഈ അടുത്തൊരു കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. മൈത്രേയനോട് മൈത്രേയൻ ഈ പടത്തിൽ ബിരിയാണിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരേ ഇതുള്ള അച്ഛനും മകൾക്കും തന്നെ 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്, അതല്ലേ ശരിക്കും ആർട്ട്. അപ്പൊ ഒരാൾക്കൊന്ന് തോന്നാം, വേറൊരാൾക്കൊന്ന് തോന്നാം. അപ്പൊ അത് കനിയും എന്നോട് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ ഇങ്ങനെ അതും കനി പറഞ്ഞ കള്ളമല്ല. പിന്നെ പലരും വേറെ തരത്തിലല്ലേ വ്യാഖ്യാനിച്ചത്. കനി പിന്നീട് മാറ്റി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അഭിനയിച്ചപ്പോ ഓർത്തില്ല. അഭിനയിക്കുന്ന മുമ്പേ തന്നെ പറഞ്ഞു. എനിക്കും കനിക്കും അതറിയാം. അതുകൊണ്ട് എനിക്ക് ഈ കനി പറഞ്ഞ ഇത് എനിക്കൊരു വിഷമമില്ല. കനി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കനി എന്ന നടിയുടെ കൂടി ടാലന്റിന്റെ ഒരു വഴിത്തിരിവായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. അതിന് അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ല? മാക്സിമം ഞാൻ വിചാരിക്കുന്നത് അവരും ആക്ച്വലി അവര് നല്ല ആക്ട്രസ് ആണ്. അവർക്ക് അങ്ങനെ ഒരു അവസരമൊന്നും ചിലപ്പോ അതിന് മുന്നേ മലയാളത്തിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലായിരുന്നു. അവർക്ക് അതൊരു സ്പേസ് വരുമ്പോ അവര് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതെ, അത് അവരുടെ കഴിവ് തന്നെയാണ്. അല്ലാതെ ഇതാണെങ്കിൽ റീമേക്ക് ഞാൻ അഭിനയം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ അവരിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണല്ലോ എന്റെ പ്രധാനം. അത് അവര് തരാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ശ്രീനേട്ടനാണെങ്കിലും അങ്ങനെയാണ്. പലരും അയാൾ ശശിയിൽ പുള്ളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയും. അന്ന് സ്റ്റേറ്റ് അവാർഡിലൊക്കെ ഏറ്റവും ഇതിൽ വരികയും ചെയ്തിരുന്നതാണല്ലോ. അയാൾ ശശിയിൽ ഒരു വിധം കറുത്ത ഹാസ്യവും അതൊക്കെ ഒരു സറ്റയർ ഇതിന്റെയാണ്. ഞാൻ ഈ സജിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത, കൃത്യമായിട്ടും സജിൻ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടത് IFFKയും ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ് എന്ന് തെളിയുന്നുണ്ട്. കാരണം ഈ ഒരു ഷോക്കിംഗ് ആയ പ്രമേയങ്ങളാണ് പലപ്പോഴും സജിൻ. ഇപ്പൊ അസ്തമയം വരെയായാലും ശവഭോഗവും അതൊക്കെയായി ബന്ധപ്പെട്ട് മലയാളിക്ക് അങ്ങനെ പെട്ടെന്ന് ദഹിക്കാത്ത മലയാളിയുടെ ഒരു സിനിമ ഒരു ആസ്വാദന രീതിക്കും ഒരു ഷോക്കേൽപ്പിക്കുന്നതാണ്. ബിരിയാണി ആയാലും അതിലത്തെ ബിരിയാണി വിളമ്പുന്നതായാൽ പോലും ഒരു നടുക്കവും അറപ്പും ഒക്കെ സൃഷ്ടിക്കുന്നതാണ്. അയാൾ ശശിയിലെ ഈ ശവപ്പെട്ടിയൊക്കെ ഒരിക്കലും നമ്മളൊരു കാഴ്ചക്ക്
ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അത് കൃത്യമായി പ്രധാനമായിട്ട് വരുത്തി മരണവും അതിന്റെ ഒരു ഹാസ്യവും അതിന്റെ ഒരു ദുരന്ത ഹാസ്യമൊക്കെ ആണ് സജിന്റെ ഒരു സിനിമകളുടെ ഒരു ഉള്ളൊഴുക്ക്, ഒരു അന്തർധാര എന്ന് പറയുന്നത്. അത് തന്നെയാണോ ഈ ഒരു ഷോക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഷോക്ക് ഏൽപ്പിക്കുന്നത് തന്നെയാണോ? അങ്ങനെയല്ല കേട്ടോ. അത് എങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോ സിനിമകളും ചില ഫിലിം മേക്കേഴ്സ് ഇപ്പൊ പസോളിനി ആവട്ടെ, കൊതാർത്ത ആവട്ടെ, അതും അതുപോലെ തന്നെ ലാസോൺ ഡ്രൈവർ ആവട്ടെ, അവരുടെയൊക്കെ സിനിമകളും ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ ട്രാൻസ്മെല്ലിക് ആവട്ടെ, അവരുടെയൊക്കെ പടങ്ങളാണല്ലോ നമ്മുടെ മനസ്സിൽ കാണുന്നതും ചെയ്യുന്നത്. അതുകൊണ്ടല്ല, അത് ഞാൻ അറിയാതെ വരുന്നതാണ്, അല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റുകൾ വരുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് തനിയെ അങ്ങ് വന്നു പോകുന്നതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ ഇപ്പം ചിലപ്പോ ഞാൻ അൻഡു തഡസ്ക് അന്നത്തെ കാലത്ത് എന്റെ ശരിയായിരുന്നു, അത് അയാൾ ശശി അന്നത്തെ കാലത്ത് എന്റെ ശരിയായിരുന്നു. ചിലപ്പോ ഇപ്പൊ ഞാൻ ചെയ്യണമെന്നില്ല ഈ പടങ്ങൾ. ബിരിയാണി ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ശരിയായിരുന്നു. മനുഷ്യനെ മാറിക്കൊണ്ടിരിക്കുകയില്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് പറയുമ്പോൾ പോലും ആരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടൊന്നുമില്ലല്ലോ ജനിക്കുന്നത്. നമ്മൾ പഠിക്കുകയല്ലേ, നമ്മൾ ജീവിതത്തിൽ ഓരോ ലേണിങ്ങും, നമ്മൾ ഓരോ ജീവിത എക്സ്പീരിയൻസും, നമ്മളിപ്പോ നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് തോന്നും. പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ തെറ്റായിട്ട് നമുക്ക് തോന്നാം. നമ്മുടെ ഇപ്പം മലയാള സിനിമയിൽ തന്നെ സ്ത്രീകളെ കുറിച്ചുള്ള ഡയലോഗ്സ് ദ കിങ് പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് പടങ്ങളിൽ പെണ്ണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണല്ലോ. ഇപ്പൊ ഇന്ന് അങ്ങനെ ചെയ്യില്ലല്ലോ. സിനിമയിലെ അതെ അതെ അതെ, ചർച്ച വരെ ആയിട്ടുണ്ട്. ഇന്ന് അത് എഴുതുന്ന റൈറ്റേഴ്സ് അവര് എഡ്യൂക്കേറ്റഡ് ആണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട്, അല്ലെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അതുപോലെ മറ്റുള്ള വികലാംഗരായിട്ടുള്ള ആൾക്കാര്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മോശം കമന്റുകൾ, ഹാസ്യം ഉണ്ടാക്കുക, അതൊന്നും ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ ഒരു സൊസൈറ്റിയിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലേ. അതുപോലെ തന്നെ വ്യക്തിക്കും ആ ചേഞ്ച് ഉണ്ടാവുമല്ലോ. നമുക്കറിയില്ല നമ്മളുടെ സിറ്റുവേഷൻ ഇതായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു സിനിമയിലും ഉണ്ടാവുന്നത്. വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇതേ രീതിയിൽ തന്നെയാണ് സിനിമയിലും, നമ്മുടെ സിനിമയുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ സിനിമയുടെ വിഷയത്തിലും ഒക്കെ വരാൻ പോകുന്നത്. പ്രേക്ഷകർ മാറുന്നതിനനുസരിച്ചിട്ട് ബോധവാനാണ് താങ്കൾ എന്നാണ് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു. ചിലപ്പോ ഇതും നാളെ ഒക്കെ നേരെ തിരിച്ചും പറയാം. അതാണ് ഇതൊരു മിഥ്യയാണ്. അപ്പൊ ഈ മിത്ത് ഓഫ് റിയാലിറ്റി എന്നുള്ളത് തന്നെയാണ് അത്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് കൊടുത്തത് പോലും. സിനിമ ആ തലമൊക്കെ ഞാൻ ഈ സിനിമയിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഫിലോസഫിക്കൽ തലമല്ല, വളരെ ഈസി ആയിട്ട് മനസ്സിൽ. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ പലതും പല സത്യങ്ങളാണ്. ഒരിടത്ത് വാർത്ത വരുന്ന പോലും ഒരിടത്ത് ഒന്ന് വരുന്നു, മറ്റൊരിടത്ത് വേറൊന്നല്ലേ വരുന്നത്. അത്തരത്തില് ഉള്ള ഒരു സാധനമൊക്കെയാണ് ഞാൻ ഈ പടത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ ഈസി ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാവുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ബിരിയാണിയെ വിമർശിക്കുമ്പോൾ പറഞ്ഞു, നമ്മളിപ്പോ സംസാരത്തിൽ പറഞ്ഞു, ഈ സാമുദായിക പശ്ചാത്തലത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് അൻഡു ഡസ്ക് അല്ലേ? അതെ അതെ, സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഒരു ലൈഫ്, അത് തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്, ആ സിനിമയ്ക്ക് പ്രചോദനമായത്. ഞാൻ അതാണ് ആ പടം മുഴുവൻ 2014 അത് IFFK അവാർഡ്. പിന്നീട് വന്ന അയാൾ ശശി വേറെ, ഞാൻ സമുദായം നോക്കാൻ വേണ്ടിയിട്ടല്ല, സിനിമയുടെ സമുദായം, സാമുദായിക വിമർശനമാണ് സജിൻ നേരിട്ടത് ഏറ്റവും കൂടുതൽ അല്ലേ ഈ ബിരിയാണിയോടെ. ഈ ഒരു സിനിമയുടെയും സമുദായം ചോദിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അടിത്തറ, ഇതിന്റെ ഒരു ശക്തി, ഫലം, ഒരു പരിമിതിയും സാധ്യതയും ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ സിനിമയിലേക്കൊക്കെ വരുമ്പോൾ? അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ അൻഡു ഡസ്ക് ആണെങ്കിൽ ക്രിസ്ത്യൻ പശ്ചാത്തലം, സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ സെക്കൻഡ് ക്രൈസ്റ്റ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, സെമിത്തേരി, സെമിനാരി, പള്ളി, ചർച്ച്, പ്രാർത്ഥന, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അതിനോടുള്ള യാത്രകൾ, സ്ഥലങ്ങൾ, ലൊക്കേഷൻസ്, ആ ഒരു തരത്തില്. അയാൾ ശശിയിലെ ഒരു ദളിത് ഹിന്ദുവിന്റെ ലൈഫ്, അയാളുടെ ലൈഫിൽ എങ്ങനെ, അയാളുടെ സൊസൈറ്റി എങ്ങനെ കാണുന്നു. ബിരിയാണിയിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ഇതിൽ പശ്ചാത്തലം, സ്ത്രീകളുടെ കഥയാണ്. പിന്നെ ഇതൊരു മുസ്ലിം സ്ത്രീയും കൂടെ ആയി എന്നുള്ളത് കൊണ്ട് അത് അഡീഷണൽ ആയിട്ട് വന്നു. ഈ പടത്തില് ഒരു സവർണ ഹിന്ദുത്വ അല്ല ഞാൻ പറഞ്ഞ ഹിന്ദു സമുദായത്തിൽപ്പെട്ട, സവർണ ഹിന്ദു സമുദായത്തിൽപ്പെട്ട 2 സ്ത്രീകളുടെ കഥയാണ്. സവർണമൊന്നും പറയാൻ പറ്റില്ല. അതെ, ഇതൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റിലും അത് നമുക്ക് ഇന്ത്യ പോലൊരു സ്ഥലത്തായതുകൊണ്ടല്ലേ, കേരളം പോലൊരു സ്ഥലത്തായതുകൊണ്ടല്ലേ നമുക്ക് ഈ വൈവിധ്യങ്ങള്. ഇപ്പൊ ഞാൻ കുറെ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളതാണ്, അവിടെ പോകുന്നതാണ്. അവിടെയൊക്കെ ചിലപ്പോഴും അവരുടെയൊക്കെ ഒരു ഇത് ഒന്ന് തന്നെ ആയിരിക്കും, അത് മാത്രമാണ് ഇതെന്നുള്ളത്. അവിടെ നിന്നാണ് ഇപ്പം ഭയങ്കര മൊണോട്ടണസ് വന്നിട്ടാണല്ലോ ആൾക്കാർ പോകുന്നത്. നമുക്ക് അങ്ങനെ അല്ലല്ലോ, നമുക്ക് എല്ലാം പഠിക്കാം. അതാണല്ലോ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് തരുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറുകള്, ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ്, ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യര്,
എല്ലാം ഉണ്ടല്ലോ നമുക്ക്. അപ്പം ആർട്ടിസ്റ്റുകൾക്കും ആർട്ട് ഉണ്ടാക്കുന്നവർക്കും ഏറ്റവും വലിയ മണ്ണാണ് ഇന്ത്യ എന്നുള്ളത്. അതെ അതെ, അത്രയും വൈവിധ്യങ്ങളുടെ ഒരു വൈവിധ്യങ്ങളും, അതെ തീർച്ചയായും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും സ്റ്റൈലും. നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് കടലും ഉണ്ട്, മലയും ഉണ്ട്, നിരന്ന ഭൂമിയും ഉണ്ട്, എല്ലാ ജോഗ്രഫിയും നമുക്കില്ലേ. സിറ്റി ഉണ്ട്, ഇന്ത്യയിൽ വൺ ഓഫ് ദ മെട്രോ സിറ്റി ആയിട്ട് കൊച്ചിയും ഡെവലപ്പ് ആവുന്നു. എല്ലാം ഉണ്ട്, ഗ്രാമങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തിയേറ്ററിൽ വരുമ്പോ തിയേറ്ററിന്റെ ഒരു, എനിക്ക് തോന്നുന്നത് സജിൻ നേരിട്ട് കണ്ട മനുഷ്യരും അറിയുന്ന ആളുകളൊക്കെ ആണെന്ന് തോന്നുന്നു ഇതിലത്തെ ഒരു കഥാപാത്രത്തിന്റെ പ്രേരണയായതെന്ന്. അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ എന്റെ എല്ലാ സിനിമകളിലും അങ്ങനെ ഞാൻ കണ്ടതും കേട്ടതും, ഇപ്പം അയാൾ ശശിയിൽ മൊത്തം മാനവീയം വീതിയും ഇവിടുത്തെ ആൾക്കാരും അതൊക്കെ ആ ഒരു തരത്തിലുള്ള ഞാൻ കണ്ട, എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ഡിഗ്രിക്കൊക്കെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്താണ്. അപ്പൊ ആ ലോകത്ത് നമ്മുടെ ഇടപെടുന്ന ആൾക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ അഭിനയ, നാടകം, അങ്ങനെ ഇവിടുത്തെ ചില കഥാപാത്രങ്ങൾ, ആ സാധനങ്ങളും ആ എക്സൈറ്റ്മെന്റുകളും തന്നെയാണ് അതിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാം. പിന്നെ ഇനി കുറച്ചുകൂടെ മാറി, ഇനി കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള പടങ്ങൾ. ഞാനിപ്പോ ഈ പടത്തിന് ബിരിയാണിക്ക് ശേഷം ഓൾറെഡി ഞാനൊരു ത്രില്ലർ സിനിമയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് തമിഴിലൊരു നടന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു, അഡ്വാൻസ് കിട്ടി. അതിന്റെ പിന്നിൽ ചെന്നൈയിൽ പോയി വർക്ക് ചെയ്ത് കുറെ നടന്നു, എല്ലാ കാര്യങ്ങളും, ആർട്ടിസ്റ്റുകൾ ഇതുണ്ടായിരുന്നു. പക്ഷെ അത് എന്തോ ചില സാങ്കേതിക കാരണങ്ങൾ നടന്നില്ല. പിന്നെയാണ് ഞാൻ തിയേറ്ററിലോട്ട് വരുന്നത്. അടുത്ത സ്ക്രിപ്റ്റുകളും ഒക്കെ ഓണാണ്, എല്ലാം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, കാണാം. തിയേറ്ററിന്റെ ഒരു പ്രതീക്ഷയോടെ അതെല്ലാം നിർണ്ണയിക്കപ്പെടുന്നതാണോ, അല്ല തിയേറ്ററിന്റെ? ഇല്ല, തിയേറ്റർ ഒരു സിനിമ നമ്മള് അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ തിയേറ്റർ കണക്ട് ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതല്ലെങ്കിൽ അടുത്ത് എനിക്ക് വേറെ പണി അറിയില്ല എന്ന്, വേറെ ഒരു പണിയൊന്നും വരുമാനം വേണ്ടെന്നും ജീവിതത്തിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊരു ജോലിയിൽ നിന്ന് പൈസ ഉണ്ടാക്കില്ല, വേറൊരു വരുമാന മാർഗത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യില്ല. സിനിമ തന്നെയാണ്, സിനിമയും വിഷ്വൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ലൈഫ് ഇത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഇത്ര കാലം വന്നു. ഇനി അറിയില്ല, അങ്ങനെ ഉള്ള ഇതാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ ചലച്ചിത്രമേളകളുടെ ഒക്കെ ഒരു കാലമാണ് അങ്ങോട്ടേക്ക്. ചലച്ചിത്രമേളകൾ, അവാർഡുകൾ ഒക്കെ ഈ നവംബർ ഡിസംബർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഗോവ ഫെസ്റ്റിവലിന് പോകുന്നതാണ്. അതെ അതെ, നമ്മള് ഒരുമിച്ച് ഗോവ ഫെസ്റ്റിവലും അതുപോലെ IFFKയും സിനിമയുടെ മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് തിയേറ്റർ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനിടയുണ്ട് എന്ന് തോന്നുന്നു. അതിന്റെ ഒരു വരവും അതിന്റെ ഒരു ട്രെയിലറും ഒക്കെ കണ്ടതോടെ സജിന്റെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കാരണം സജിൻ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിയ ഒരു സംവിധായകനാണ്. ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ, ഇന്റർനാഷണൽ ആയിട്ടുള്ള സഞ്ചാരങ്ങൾ, സിനിമയുമായിട്ടുള്ള സഞ്ചാരങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ വരുന്ന സിനിമാ മാസങ്ങളിൽ ഒക്കെ തിയേറ്റർ ഏത് തരത്തിൽ സ്വീകരിക്കപ്പെടും? അല്ല, എനിക്കിപ്പോഴും വിശ്വാസം 3-4 പേരടങ്ങി, ഞാനും കുറെ ജൂറിയിൽ പോയിരുന്നിട്ടുള്ളതാണ്. നാഷണൽ അവാർഡിന്റെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, പല സ്ഥലത്തും. അതെ, അതിനേക്കാളും ഒരു നമുക്ക് നാട്ടുകാരും ജനങ്ങളെ വിശ്വസിക്കാന്നുള്ളതാണ്, അവരുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് പ്രധാനം. ഒരു സിനിമ ഒരു മാർക്കറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ അത് പല റിവ്യൂസിലൂടെയോ എങ്ങനെയൊക്കെ അവരിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു നാട്ടുകാരെയാണ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും അവാർഡും ജൂറിയും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ഒരു ജൂറിയൊക്കെ അല്ല, ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ നിന്ന് കടന്നു വന്ന ഒരാളെന്ന രീതിയിൽ ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജൂറി എന്ന് പറയുന്ന ആ ജൂറിയുടെ ലെവലുണ്ടല്ലോ. ഇപ്പൊ ജൂറിയിൽ 3 പേരാണ്, 3 സ്ഥലത്തുള്ള ആൾക്കാർക്ക് അവരുടെ സെൻസ് ഓഫ് സിനിമ എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരാൾക്കൊന്നും ഇഷ്ടപ്പെടാം, വേറൊരാൾക്ക് ഒരാൾ ഇഷ്ടപ്പെടാം. എല്ലാം കൂടെ ഒത്തുവരുമ്പോൾ ഈ 5 പേരോ 4 പേരോ അടങ്ങുന്ന ഒരു ജൂറി എല്ലാം കൂടെ ഒത്തുവരുമ്പോൾ ഒരു പടത്തിന്, അതുകൊണ്ട് ആ പടം അവാർഡ് കൊടുക്കുന്നു. ആ അവാർഡ് കിട്ടുന്ന പടം അന്നുണ്ടായ ഏറ്റവും നല്ല സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയും നല്ല ഇതാകുന്നില്ല. അതിന്റെ കൂടെ കാശും കിട്ടും, പ്രശസ്തിയും കിട്ടും, ഒരു അംഗീകാരവും കിട്ടും. ഓക്കെ, അതിനെ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്, അത് കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അത് കിട്ടുന്നത് കൊണ്ട് അതാണ് മികച്ച സിനിമയെന്ന് വിശ്വസിക്കുന്നില്ല. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രീതിയിൽ പ്രേക്ഷകർ കാണട്ടെ, പ്രേക്ഷകർ കണ്ട് സാധാരണ കാണികൾ ബിരിയാണിയൊക്കെ ഉള്ളത് ഇപ്പൊ കേരളത്തിനേക്കാൾ കൂടുതൽ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാലും ബോംബെ പോലും, ഇപ്പൊ ക്യാൻസിൽ പോയപ്പോ പോലും അവിടുത്തെ ഓഡിയൻസ് ആ സിനിമ കണ്ടിട്ടുണ്ട് പലരും. ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പലരും. അത് അത്രയും റീച്ച് ആ പടത്തിന്. അത് പിന്നെ എനിക്കൊന്ന് OTT കാലം കൂടെ ആയതുകൊണ്ടുമാണ്. മറ്റു പടങ്ങളൊന്നും അങ്ങനെ ഒരു OTT നമ്മൾ തിയേറ്ററോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് മാത്രമായിരുന്നു. വലിയൊരു സാധ്യത തുറന്നു കിട്ടി. അതും കൂടെ കൊണ്ടാണ് നമ്മുടെ സിനിമകൾ അവിടേക്ക് റീച്ച് ചെയ്യുന്നത്, എത്തുന്നതും ഒക്കെ. അപ്പൊ അതൊരു വലിയ സാധ്യതയാണ്. അപ്പൊ അവിടേക്ക് എത്തി എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട്
അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഫെസ്റ്റിവൽസും ഒരു സാധ്യതയാണ് കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ. അല്ല, ഫെസ്റ്റിവൽ കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ജൂറിയും കൊള്ളില്ല, ഒന്നും ശരിയോ അതാണ് ശരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാ ഞാൻ പറയുന്നത്. എന്തായാലും തിയേറ്ററിലുള്ള റെസ്പോൺസ് കാത്തിരിക്കുകയാണ്. ആയി അല്ലേ നമ്മുടെ സമയം? അതെ 16-ാം തീയതി അറിയാം. തീയതി. അപ്പൊ എനിക്ക് ആകെ പറയാനുള്ള, നമ്മുടെ കാണുന്ന സുഹൃത്തുക്കളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. 16-ാം തീയതി. പിന്നെ ഇതിൽ വലിയ ഇതിന്റെ കണ്ടന്റ് ആണ് ഇതിന്റെ പ്രധാന ഇത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ പടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. അത് നിരാശ തരില്ല. അത് പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ, ഒരു സിനിമയ്ക്ക് ഞാൻ തിയേറ്ററിന് വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ? തിയേറ്ററിന് വേറൊരു പടത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല. തിയേറ്ററിൽ ഞാൻ പറയുന്നു, ഞാനും 100% ഒന്നും പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു ആത്മവിശ്വാസം അതാണ്. കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മോശം എക്സ്പീരിയൻസ് ആവില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. അത് പറയാനും പറ്റും. ആയിക്കോട്ടെ, വളരെ സന്തോഷം. ആ പ്രതീക്ഷ സഫലമാവട്ടെ. താങ്ക് യു.